പ്രിയപ്പെട്ടവരെ, ഏവർക്കും നമസ്കാരം. നമ്മുടെ ഭാരതീയ ജ്യോതിഷത്തിൽ ഓരോ ദിവസവും പഞ്ചാംഗം അനുസരിച്ച് തിഥി, വാരം, നക്ഷത്രം, കരണം, യോഗം എന്നിങ്ങനെ 5 അംഗങ്ങളായി രൂപം കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നാളത്തെ ദിവസം, അതായത് 2025 ഡിസംബർ 12 പ്രപഞ്ചം നമുക്കായി ഒരുക്കി വെച്ചിട്ടുള്ള ആ ശുഭകരമായ യോഗത്തെക്കുറിച്ചും അതിൻ്റെ മഹത്വപൂർണമായ മാറ്റങ്ങളെക്കുറിച്ചും അത് ലഭിക്കുവാൻ പോകുന്ന ഭാഗ്യശാലി നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ചുമാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ പ്രതിപാദിക്കാൻ പോകുന്നത്. നാളെ ഭൂരിഭാഗ സമയത്തും നിലനിൽക്കുന്നതായ പ്രധാനപ്പെട്ട 2 യോഗങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ യോഗം പ്രീതി യോഗമാണ്. രണ്ടാമത്തെ യോഗമായി വരുന്നത് ആയുഷ്മാൻ യോഗവും. അപ്പോൾ നാളെ രാവിലെ ഏകദേശം 11 മണി കഴിഞ്ഞ് 12 മിനിറ്റ് വരെ നിലനിൽക്കുന്നത് പ്രീതി യോഗമാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സ്നേഹത്തിൻ്റെയും അതേപോലെ സന്തോഷത്തിൻ്റെയും പ്രതീകമായിട്ടാണ് ഈ ഒരു യോഗം വന്നു ചേരുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായി എല്ലാവർക്കും പരസ്പര വാത്സല്യം ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ച് ഇനി പറയാൻ പോകുന്ന 9 നക്ഷത്രക്കാർക്ക് നിലവിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും. പ്രണയിക്കുന്ന ആളുകൾ ഇനി പറയാൻ പോകുന്ന 9 നക്ഷത്രക്കാരിലുണ്ടെങ്കിൽ നിങ്ങൾക്കും നാളത്തെ ദിവസം വളരെയധികം അനുകൂലമായിരിക്കും. പഴയ ചില സുഹൃത്തുക്കളെയൊക്കെ കണ്ടുമുട്ടുവാനും സൗഹൃദം പുതുക്കുവാനും സാധിക്കുന്നതാണ്. ശത്രുതയൊക്കെ മാറി, അകൽച്ചകളൊക്കെ മാറി ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്ന സമയം കൂടിയാണ്. ഹൃദയങ്ങൾ തമ്മിൽ അടുക്കാൻ പ്രകൃതി ഒരുക്കുന്ന ഒരു പിന്തുണ, അല്ലെങ്കിൽ പ്രകൃതി നൽകുന്ന ഒരു ഊർജം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ പ്രീതി യോഗത്തെ വിശേഷിപ്പിക്കാവുന്നതാണ്. കൂടാതെ ചില പുതിയ ജോലികളൊക്കെ തുടങ്ങുന്നതിനും വളരെയേറെ ശുഭകരമായ സമയമാണ്. അപ്പോൾ ഈ 11 മണി കഴിഞ്ഞ് 12 മണിക്ക് ഇടയിലുള്ള ആ ഒരു സമയം ഇവിടെ ആയുഷ്മാൻ യോഗം കൂടി രൂപം കൊള്ളുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നാളെ 2 പ്രധാനപ്പെട്ട യോഗങ്ങളുടെ രൂപീകരണം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആയുഷ്മാൻ യോഗത്തിൻ്റെ ഗുണഫലമായി ഏവർക്കും ആരോഗ്യപരമായി നേട്ടമുണ്ടാകും. ജീവിതത്തിൽ ഉത്തമമായ മാറ്റങ്ങൾ വന്നു ചേരും. പ്രത്യേകിച്ച് 9 നക്ഷത്രക്കാർക്ക് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും മൊത്തത്തിലുള്ള ഒരു ക്ഷേമം നിങ്ങൾക്ക് വളരെയേറെ അനുഗ്രഹമാകുന്ന ഒരു ദിവസമാണ്. കൂടാതെ ദീർഘദൂര യാത്രകൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടും നാളത്തെ ദിവസം വളരെയധികം ശുഭകരമായിരിക്കും 9 നക്ഷത്രക്കാർക്ക്. അപ്പോൾ നാളത്തെ ദിവസം പ്രപഞ്ചം നമുക്കായി പ്രീതിയുടെയും ആയുസ്സിൻ്റെയും 2 മഹത്തായ യോഗങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ശുഭകരമായ ഊർജത്തെ നാം പാഴാക്കാൻ പാടുള്ളതല്ല. സ്നേഹബന്ധങ്ങൾ വളർത്തുന്നതിനും ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനും സന്തോഷകരമായ കാര്യങ്ങൾക്കൊക്കെ തുടക്കമിടാനും നാളത്തെ ദിവസം വളരെയധികം ഉത്തമമാണ്. അപ്പോൾ പരസ്പര പ്രീതിയും വാത്സല്യവും പകർന്ന ദീർഘായുസോടുകൂടിയും ആയുരാരോഗ്യത്തോടു കൂടിയും ഇരിക്കുവാൻ നാളത്തെ ദിവസം ഭാഗ്യം സിദ്ധിക്കുന്ന 9 നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്ന് നോക്കാം. കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാരായ ആളുകൾക്ക്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് നാളത്തെ ദിവസം വളരെയേറെ തിരക്കേറിയ ഒരു ദിവസമായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കാണും. ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ വിജയം നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. പരീക്ഷകളാണെങ്കിൽ പോലും മികച്ച വിജയം, ഉന്നതമായ വിജയം കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതേപോലെ ബന്ധങ്ങൾക്കിടയിൽ പങ്കാളിയുമായി നിലനിന്നിരുന്നതായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിഹരിക്കപ്പെടാനുള്ള ഭാഗ്യം നാളത്തെ ദിവസം ഉണ്ടാകും. ബന്ധം കൂടുതൽ ശക്തവും ദൃഢവുമായി മാറുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾക്കും ആ പ്രണയബന്ധവുമായി ബന്ധപ്പെട്ട ശുഭകരമായ ചില വാർത്തകൾ, ചിലപ്പോൾ ആ ബന്ധം വിവാഹത്തിലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ട ചില ശുഭകരമായ വാർത്തകൾ ശ്രവിക്കാൻ ഭാഗ്യം കാണും. കുടുംബത്തോടൊപ്പം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള പദ്ധതി തയ്യാറാക്കുകയും പിന്നീട് അത് പോകാനായി അവസരം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും. ബിസിനസ് ചെയ്യുന്നവർക്കും ലാഭം നേടുവാനുള്ള അവസരം നാളത്തെ ദിവസം സംജാതമാകുന്നതാണ്. പല കാര്യങ്ങളിലും പുരോഗതി ദർശിക്കാൻ സാധിക്കും. ഇടവം രാശിയിൽ വരുന്ന കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർക്ക്. മകം, പൂരം, ഉത്രം, ചിങ്ങം രാശിക്കാർക്ക് ചില ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ നാളത്തെ ദിവസം ഉത്തമമാണ്. സമയം ചിലവഴിക്കാനും ധനം ചിലവഴിക്കാനുമൊക്കെ സാധിക്കും. ചില സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുവാൻ സാധിക്കും. പരസ്പര സ്നേഹം, വിശ്വാസം എന്നിവ വർദ്ധിക്കുന്ന ഒരു ദിവസം കൂടിയായിരിക്കും.
മതപരമായ കാര്യങ്ങളിലൊക്കെ താല്പര്യം വർദ്ധിക്കും. മതപരമായ പല കാര്യങ്ങൾ അനുഷ്ഠിക്കാനൊക്കെ സാധിക്കുന്ന ദിവസമാണ്. തൊഴിൽ രംഗത്ത് പുതിയ പല മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ നേട്ടത്തിലായിരിക്കും ആ മാറ്റം കലാശിക്കുന്നതും. എതിരാളികൾ അസൂയപ്പെടുന്ന രീതിയിലുള്ള ഒരു ജീവിത സാഹചര്യ ഉണർവ് നിങ്ങൾക്കുണ്ടാകും. ബിസിനസ്സിൽ നേട്ടമുണ്ടാകും. ചില ജോലികൾ പ്രതീക്ഷിച്ച സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യചിഹ്നം, ആ ഒരു അങ്കലാപ്പ് മാറി കാര്യങ്ങൾ കൃത്യമായി പൂർത്തിയാക്കാൻ സാധിക്കും. ഒരു നല്ല സുഹൃത്തിൻ്റെ സമാഗമം പ്രതീക്ഷിക്കാവുന്നതാണ്. ആ സുഹൃത്ത് ധനമായിട്ടാകാം, അല്ലെങ്കിൽ ചില നിർദ്ദേശങ്ങളായിട്ടാകാം നാളത്തെ ദിവസം നിങ്ങളിലേക്ക് ഒരു സഹായം ചെയ്യുന്നതിനും ഭാഗ്യം കാണുന്നുണ്ട്. അപ്പോൾ നാളത്തെ ദിവസം നഷ്ടപ്പെട്ട ചില ബന്ധങ്ങൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തുവാനും ആ ബന്ധങ്ങൾ നിങ്ങൾക്കൊരു സഹായമായി, ഒരു മുതൽക്കൂട്ടായി മാറുവാനുമുള്ള ഭാഗ്യം കാണുന്നുണ്ട്. മൂലം, പൂരാടം, ഉത്രാടം ധനുരാശി. സമൂഹത്തിൽ ആദരവ് വർദ്ധിക്കുന്നതാണ്. ജനസമ്മതി വർദ്ധിക്കുന്ന ഒരു ദിവസമാണ് നിങ്ങൾക്ക്. സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും വളരെയധികം ഗുണകരമായ ദിവസമായിരിക്കും. ജോലിയെ ഭാരം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ സന്തോഷമുണ്ടാകും. ശരീരത്തിനും മനസ്സിനും ഒരു ആശ്വാസം ഉണ്ടാകുന്ന ദിവസമായിരിക്കും. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും, സന്തോഷമാകും. സഹോദരങ്ങളുടെ സഹായങ്ങൾ ലഭിക്കും. ആ ഒരു സഹായത്തിലൂടെ മുടങ്ങിക്കിടന്നതായ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കാതിരുന്ന പല കാര്യങ്ങളും വീണ്ടും പൂർത്തിയാക്കുവാനായി സാധിക്കും. ചില അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന സമയമാണ്. അപ്പോൾ വൈകുന്നേരത്തോടു കൂടി ഒരു വലിയ മാറ്റം, അല്ലെങ്കിൽ വലിയ ഒരു ശുഭ വാർത്താ ശ്രവണം കാണുന്നുണ്ട്. ചില ശുഭകാര്യങ്ങൾക്കായി നാളെ നിങ്ങൾക്ക് പണം ചെലവഴിക്കുവാനും സാധിക്കും. അപ്പോൾ നാളത്തെ ദിവസം മതപരമായ അല്ലെങ്കിൽ ക്ഷേത്രപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ധനം ചിലവഴിക്കാനായി സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക, വഴിപാടുകൾ സമർപ്പിക്കുക. കൂടാതെ ക്ഷേത്രത്തിലെ അന്നദാനത്തിന് വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു തുകയായി നിങ്ങൾക്ക് ദാനം അവിടെ സമർപ്പിക്കാവുന്നതാണ്. അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓരോ ദിവസവും നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ക്ഷേത്രത്തിൽ ചെയ്യുന്നതും, അതേപോലെ നിർധനരായ ആളുകൾക്ക് നമ്മളാൽ കഴിയുന്ന സഹായം, പ്രത്യേകിച്ച് പഠിക്കുന്ന കുഞ്ഞുമക്കൾക്ക് നമ്മളാൽ എന്തെങ്കിലും പഠനോപകരണങ്ങളോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കാൻ സാധിച്ചാലും അത് വളരെയധികം ഉത്തമമാണ്. ഇവിടെ നാളത്തെ ദിവസം പ്രധാനപ്പെട്ട 2 യോഗങ്ങൾ രൂപം കൊള്ളുന്നതിനാൽ തന്നെ ഇത് നമ്മുടെ ജീവിതത്തിൽ ആയുഷ്മാൻ യോഗം ആരോഗ്യപരമായ ഉണർവുണ്ടാകുന്നതിന് സഹായിക്കുന്നുണ്ട്. പ്രീതി യോഗം, അതായത് ബന്ധങ്ങൾക്കിടയിൽ ഉണ്ടായ എല്ലാവിധ തടസ്സങ്ങളും മാറി ബന്ധങ്ങൾ കൂടുതൽ സുദൃഢമാകുന്നതിന് സഹായിക്കും. അതേപോലെ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും നഷ്ടപ്പെട്ടു പോയ ആ ഒരു ഇമേജ് ഉണ്ടെങ്കിൽ പോലും അത് വീണ്ടും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് തിരിച്ചു പിടിക്കാൻ നാളത്തെ ദിവസം സാധിക്കും. ജനഹൃദയങ്ങളിൽ നിങ്ങളുടെ ഒരു സ്ഥാനം പിടിച്ചെടുക്കാനും സാധിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ 10 പേര് കേൾക്കുകയും അതിൽ അംഗീകാരം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ദിവസം. അതേപോലെ ആരോഗ്യപരമായി നിലവിലുള്ള എല്ലാവിധ വിഷമങ്ങളും മാറുന്ന ദിവസമാണ്. അപ്പോൾ നാളെ വെള്ളിയാഴ്ച ദിവസം അടുത്തുള്ള ദേവീക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. ദേവീക്ഷേത്ര ദർശനം നടത്തി അവിടുന്ന് കിട്ടുന്ന വഴിപാടുകൾ സമർപ്പിച്ച് അവിടുന്ന് കിട്ടുന്ന പ്രസാദം നിങ്ങളുടെ നെറ്റിയിൽ അണിയുക. പോസിറ്റിവിറ്റി വർദ്ധിക്കുന്നതിന് സഹായിക്കും. എപ്പോഴും മനസ്സിരുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുക. എല്ലാവിധ വേദനകളും ദുഃഖങ്ങളും ഭഗവാൻ മാറ്റിത്തരുന്ന ഒരു മഹാഭാഗ്യ ദിനം തന്നെയാണ് നാളെ വരാൻ പോകുന്നത്. നന്ദി.